ഫെബ്രുവരി 7-ന് വാർഷികോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സിനി ആർട്ടിസ്റ്റും സാംസ്കാരിക പ്രഭാഷകയുമായ ഗായത്രി വർഷ സംസാരിക്കുന്നു. കെ.പി. ഗോവിന്ദൻകുട്ടി സ്മാരക വായനശാലയുടെ 57ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഇന്ന് ലോകം ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ആന്റിഫ 2025 ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ കെ.ആർ. സുബ്രഹ്മണ്യ സർ, പരിപാടിയുടെ സ്വാഗത സംഘം ചെയർമാനും കൂടിയാണ് അദ്ദേഹം. നമുക്ക് സ്വാഗതം ആശംസിച്ച ശ്രീ ഷാജു, ആശംസ പ്രസംഗങ്ങളുമായി വേദിയെ അലങ്കരിക്കുന്ന ഈ നാട്ടിലെ സമാരാധ്യരായ നേതാക്കന്മാരെ, പൊതുപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സദസ്സിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട ഈ നാടിന്റെ നാട്ടുകാരെ, ഇന്ന് ഉച്ചയായപ്പോ ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ച പോലെ ഉച്ചയായപ്പോൾ ഞാൻ ഇവിടെ എത്തി. അതിനുശേഷമുള്ള ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഞാനും ഈ ഒരു നാട്ടുകാരിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ സ്നേഹത്തിനും സ്വാഗതത്തിനും ഏറ്റവും ഹൃദ്യമായ സ്നേഹത്തോടെ, നന്ദിയോടെ ഈ ഒരു വലിയ വേദി, ഈ വലിയൊരു പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നതായി ഞാൻ ഏറ്റവും സ്നേഹത്തോടെ പ്രഖ്യാപിക്കുന്നു. ഞാനും നിൽക്കുന്നത് ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ്. കാരണം ഈ നാട് സ്നേഹാർദ്രമായ മനുഷ്യന്റെ, മലയാളിയുടെ ചരിത്രം കുറിക്കുന്ന നാടാണ്. നേത്രദാന ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യത്തെ ഗ്രാമം, അവയവദാന ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ട ഗ്രാമം, ഒരു വായനശാല, ഒരു നാടിന്റെ സാംസ്കാരിക ഇടങ്ങളിലേക്ക് പടർന്നു കയറേണ്ടത് എങ്ങനെയാണ് എന്ന് ലോകത്തിന് മാതൃകയാവുന്ന ഗ്രാമം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇത് വലിയ ഒരിടമാണ്, വലിയൊരു വേദിയാണ്. ഞാൻ നിൽക്കുന്നത് ഇന്ന് ലോകം ആവശ്യപ്പെടുന്ന ഏറ്റവും സാംസ്കാരിക സമ്പന്നമായ ഒരു വലിയ വേദിയിലാണെന്നുള്ള നിറവാർന്ന സ്നേഹം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. ലൈബ്രറിയെ കുറിച്ച് ഞാൻ പറയുന്നത് അവിവേകമാണ്. പിന്നെ ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ തന്നെ കുറച്ച് വൈകി ഓടുന്ന വണ്ടിയാണ് നമ്മളെപ്പോഴും പറയുന്ന പോലെ. നമുക്കെല്ലാവർക്കും, എനിക്കും ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ശ്രീ അലോഷിയുടെ ഏതാനും പാട്ടുകൾ കേൾക്കണം എന്ന് പറയുന്ന ഒരു വലിയ മനസ്സോടുകൂടി, വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നമ്മളെല്ലാവരും അതിനുവേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഈ പരിപാടിയുടെ ടൈറ്റിൽ ആന്റി ഫാസിസ്റ്റ്. ഈ നോട്ടീസിൽ എഴുതിയിരിക്കുന്നു ഫാസിസത്തിനെതിരെ സാംസ്കാരിക പ്രതിരോധം. എന്നിട്ട് നമുക്ക് ആ നോട്ടീസിൽ എഴുതി തീർത്തിട്ട് മതിയാവുന്നില്ല, മുഴുവനായോ എന്നറിയത്തില്ലാത്തതുകൊണ്ട് തന്നെ നോട്ടീസിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് കല മാനവികതയ്ക്ക്, സംസ്കാരം മതനിരപേക്ഷതയ്ക്ക്. നമ്മൾ ഈ മൂല്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് വലിയ വേദനയോടെ കരയുന്ന ദിവസങ്ങളിലല്ല. 2025 മാനവിക മൂല്യങ്ങൾക്ക് വേണ്ടി ഊർജ്ജസ്വലമായി തീഷ്ണതയോട് കൂടി സമരം ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് എന്താണ് ഇങ്ങനെ എന്ന് വിലപിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. ലോകം പരിഷ്കാരത്തിന്റെ ഇടയിൽ 100% നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ ലോക സംസ്കാരത്തിന്റെ ഇടയ്ക്കോ പരിഷ്കാരത്തിൽ 100% നിറഞ്ഞു നിൽക്കുമ്പോ ടെക്നിക്കലായി, അഡ്വാൻസ്ഡായി ഒക്കെ ഇനി അങ്ങോട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ടുന്ന സംശയത്തിൽ AI നമ്മളെ നിയന്ത്രിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നമ്മളുടെ വരുതിയിലാക്കി ഈ ലോകത്തെ മനുഷ്യൻ നിയന്ത്രിക്കുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടൊരു കാലത്ത് നിൽക്കുമ്പോ മനുഷ്യന്റെ പരിഷ്കാരങ്ങൾ നിറവാർന്നു നിൽക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ സാംസ്കാരികമായി എവിടെ എന്നൊരു ചോദ്യമാണ് നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്താണ് സംസ്കാരത്തിന് തടസ്സമായി നിൽക്കുന്നത്? എന്താണ് സംസ്കാരത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് എന്താണ് സംസ്കാരം എന്ന് ചോദിക്കേണ്ടി വരും. എന്താണ് സംസ്കാരം?
എന്താണ് സംസ്കാരത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്നുള്ളിടത്താണ് നമ്മൾ രണ്ടും കൽപ്പിച്ചങ്ങോട്ട് ഉറക്കെ പറയുകയാണ്. സംസ്കാരത്തിന് തടസ്സമായി നിൽക്കുന്നത് ഫാസിസമാണ്. അങ്ങനെയാകുമ്പോൾ എന്താണ് ഫാസിസം എന്ന് ചോദിക്കേണ്ടി വരും. ആരാണ് ഫാസിസ്റ്റ് എന്ന് ചോദിക്കേണ്ടി വരും. ആരാണ് ഫാസിസ്റ്റ് എന്ന് ചോദിക്കുന്നിടത്ത് ആരാണ് ഫാസിസ്റ്റ് അല്ലാത്തത്, ആരാണ് ഫാസിസ്റ്റ് എന്ന് നമ്മളോട് ചോദിച്ച ചോദ്യം മുഴുമിപ്പിക്കുന്നതിന് മുമ്പേ നമ്മളുടെ ഉള്ളിലിരുന്ന് ആരോ ചോദിക്കും, നമ്മളിലെ തന്നെ രണ്ടാമൻ ചോദിക്കും, ആരാണ് ഫാസിസ്റ്റ് അല്ലാത്തത്? എന്താണ് ഫാസിസം? പറയാൻ എളുപ്പം ആന്റി ഫാസിസ്റ്റ് അല്ലെ ആന്റി ഫാസിസം. എന്താണ് ഫാസിസം? എന്താണ് ഫാസിസത്തിന് ബദല്? ഫാസിസത്തിന് ബദല് നിങ്ങളുടെ നോട്ടീസ് പ്രകാരം സാംസ്കാരിക പ്രതിരോധമാണ് അല്ലെ സാംസ്കാരിക ബദലാണ്. അപ്പൊ എന്താണ് ഫാസിസം എന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നിടത്തായിരിക്കാം നമുക്ക് ഒരുപക്ഷെ ഈ ബദൽ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്, ഈ സംസ്കാരം എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്, അങ്ങനെ പ്രയോഗിക്കപ്പെടേണ്ട സംസ്കാരത്തിന്റെ മുഖം എന്താണ് അല്ലെ അതെന്താണ്? സംസ്കാരം എന്തെന്നുള്ള ചോദ്യത്തിന് ഒരുപാട് പേര് ഒരുപാട് വിശദീകരണം നൽകുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന വിശദീകരണം ഇന്ത്യയിൽ നിന്ന് പറയുമ്പോൾ അഭിമാനത്തോടെ അന്തസ്സോടെ പറയാം, സോഷ്യലിസ്റ്റ് ഇന്ത്യ സ്വപ്നം കണ്ട ആദ്യത്തെ പ്രധാനമന്ത്രി ചാച്ചാ നെഹ്റുവിന്റെ ഒരു കോട്ടാണ്. മനുഷ്യന്റെ ആത്മാവിന്റെയും മനസ്സിന്റെയും വിശാലതയാണ് സംസ്കാരം. ഈ സമൂഹത്തിന്റെ മനസ്സിന്റെയും ആത്മാവിന്റെയും വിശാലതയാണ് സംസ്കാരം. നമ്മൾ വിശാല മനസ്കരല്ലാതെ വിശാലമായ ആത്മാവില്ലാതെ എവിടെയെല്ലാം ഇരിക്കുന്നു, എങ്ങോട്ടെല്ലാം പോകുന്നു. അത് നീയാണ്, അത് അമേരിക്കയാണ്, അത് വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടമാണ്, അതല്ലെങ്കിൽ വലതുപക്ഷ സംസ്കാര ഇടങ്ങളാണ്, വലതുപക്ഷ ജനങ്ങളാണ് എന്നിങ്ങനെ കൈ ചൂണ്ടുന്നതിന് പകരം ഇങ്ങനെ കൈ ചൂണ്ടുമ്പോൾ 4 വിരലുകൾ തിരിച്ച് എന്റെ നേരെ ചൂണ്ടിയിരിക്കുന്നുണ്ട് എന്ന് കറയറ്റ് കുറ്റമറ്റ് സ്വന്തം നിലയിൽ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് ഫാസിസ്റ്റിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ, ഫാസിസത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ എന്നുള്ളതാവണം ആദ്യത്തെ കാഴ്ചപ്പാട്. നമ്മളിൽ ആരാണ് ഫാസിസ്റ്റ് അല്ലാത്തത്? ഏതെല്ലാം രീതിയിൽ എന്തെല്ലാമാണ് ഫാസിസം ഇവിടെ പ്രയോഗിക്കുന്നത്? 2025 നിൽക്കുമ്പോ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നു വർഗീയ ഫാസിസം. വർഗീയതയ്ക്കെതിരെ എന്ന് ഏതുറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും മനുഷ്യനായി പിറന്നിട്ടുള്ള ഒരാള്, മാനവികതയും മനുഷ്യത്വവും എന്തെങ്കിലും ഒന്ന് ഉള്ളിലുള്ള ഒരാളെ ഏതുറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും കണ്ണടച്ച് നമ്മൾ പറയും വർഗീയതയ്ക്കെതിരെ. ഭരണകൂട ഫാസിസം. ഇന്ത്യയിൽ നിൽക്കുന്ന ഓരോരുത്തരും ഏറ്റവും അധികം ആശങ്കപ്പെടുന്നത് ഈ രാജ്യം എങ്ങോട്ട്, ഇന്ത്യ ഭരിക്കപ്പെടുന്നത് എങ്ങനെ, നമ്മളുടെ അഡ്മിനിസ്ട്രേഷൻ എന്ത്, നമ്മളുടെ നയപരിപാടികൾ എങ്ങനെ, നമ്മുടെ പ്രതിരോധ നടപടികൾ എങ്ങനെ, നമ്മുടെ ആഗോള കാഴ്ചപ്പാട് എന്ത്, ഈ ആഗോള ഭൗമ അന്തരീക്ഷത്തിൽ നമ്മൾ ഓരോരുത്തരും മനുഷ്യൻ ജീവിക്കേണ്ടത് എങ്ങനെ? അവിടെയും ഫാസിസം അതിന്റെ കറുത്ത മുഖം. പുറമെ ഇന്ന് ഏറ്റവും അധികം ചോദിക്കുന്നത്, ഇന്ന് ഈ വേദിയിൽ വന്നിരിക്കുമ്പോഴും നമ്മൾ തമ്മിൽ പറഞ്ഞു പോകുന്നത്, നിങ്ങൾ ആ കസേരയിൽ വന്നിരിക്കുമ്പോഴും പറഞ്ഞു പോകുന്നത്, നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ അന്തസ്സിന്, നട്ടലിന്റെ നിവർന്നു നിൽക്കുന്ന അവസ്ഥയ്ക്ക് അല്ലെ ഞാൻ എന്ന് പറയുന്ന ബോധ്യത്തിന് ഏറ്റവും വലിയ ചോദ്യം ഈ ചരിത്രം ചോദിച്ച ദിവസമാണ് ഇന്നലെ. അമേരിക്കയുടെ യുദ്ധവിമാനം ഇന്ത്യക്കാരുടെ കയ്യും കാലും കെട്ടിക്കൊണ്ട് ഈ ഭൂമിയിൽ, ഈ ഇന്ത്യ മഹാരാജ്യത്ത്, നമ്മൾ ഏറ്റവും അധികം ലോകത്തിലെ മാനവശേഷിയായിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത്, ലോക നിർമ്മാണ വികസന പ്രക്രിയയിൽ ഏറ്റവും അധികം സംഭാവന ചെയ്തിരിക്കുന്ന മാനവ ശക്തിയായി മാറി നിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയിലെ മക്കൾ കയ്യും കാലും കെട്ടപ്പെട്ട രീതിയിൽ മറ്റൊരു രാജ്യത്തിന്റെ യുദ്ധവിമാനത്തിൽ ഈ നാട്ടിൽ കൊണ്ട് തള്ളിയിട്ട് പോകുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ അധപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അതാ വന്ന 140 പേരോ 200 പേരിലേക്കോ എത്തുന്ന അഭിമാനക്ഷതമല്ല. അത് ഇന്ത്യയിൽ ഇന്ന് പിറന്നു വീണിരിക്കുന്ന ഒരു അമ്മയുടെ ഉദരത്തിൽ നിൽക്കുന്ന ഓരോ ഭ്രൂണത്തിനും ഉൾപ്പെടെ ഏൽക്കുന്ന അഭിമാനക്ഷതമാണ്. ആരാണ് ചോദിക്കാൻ? ആരാണ് ചോദിച്ചത്? അഥവാ ആരാണ് ചോദിക്കേണ്ടത്? ചോദിക്കേണ്ടവരുടെ നേരെ ചൂണ്ടുവിരൽ ഉയർത്താൻ പോലും പറ്റാൻ കെൽപ്പില്ലാത്ത രീതിയിലേക്ക്
ആ 140 പേര് മാത്രമല്ല കയ്യും കാലും കെട്ടിയിടപ്പെട്ടത്. നമ്മൾ ഓരോരുത്തരെയും കയ്യും കാലും കെട്ടിയിടപ്പെട്ട അവസ്ഥയിലാണ്. നമ്മൾ ഓരോരുത്തരും വായ മൂടിക്കെട്ടിയ അവസ്ഥയിലാണ്. നമ്മൾ ഓരോരുത്തരും മൂക്ക് പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ്. ഇവിടെയാണ് ഈ ഗ്രാമം ആന്റിഫ 2025 പ്രഖ്യാപിക്കുന്നത്. ഇതിനെല്ലാം അപ്പുറത്തേക്ക് നമ്മളിലേക്ക് ചുരുങ്ങി ചിന്തിച്ചാൽ നമ്മളുടെ മതം, നമ്മളുടെ ജാതി, നമ്മളുടെ എക്സിസ്റ്റൻസ്, നമ്മളുടെ വേരുകൾ, നമ്മളുടെ കാഴ്ചപ്പാടുകൾ, നമ്മളുടെ നിലപാടുകൾ, നമ്മളുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ആചാര അനുഷ്ഠാന ക്രമങ്ങൾ, ഇതിലെവിടെയാണ് വ്യക്തി സ്വാതന്ത്ര്യം? ഇവിടെ അത്തരത്തിലുള്ള വിഷയങ്ങളെ ചിന്തിക്കുമ്പോൾ നമ്മൾ ആരാണ് ഫാസിസ്റ്റ് അല്ലാത്തത്? എന്താണ് ഇന്ത്യയിലെ മതം? എന്താണ് ഇന്ത്യയിലെ ജാതി? ഇതിനെല്ലാം ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ബദൽ എന്ത്? ഇതിനെല്ലാം ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ബദൽ 1950 ജനുവരി 26 ലോകത്തിലെ ഓരോ മനുഷ്യരുടെയും മുമ്പിൽ ഏറ്റവും അഹങ്കാരത്തോടെ അന്തസ്സോടെ എഴുതി തയ്യാറാക്കി പ്രഖ്യാപിക്കപ്പെട്ട ഒരു ജനാധിപത്യ പരമാധികാര റിപ്പബ്ലിക് എന്ന രീതിയിലുള്ള ഇന്ത്യൻ ഭരണഘടന നമ്മളുടെ മുന്നിൽ ഇരിക്കുമ്പോഴാണ് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സാംസ്കാരിക നയരേഖയായി നമ്മുടെ ഓരോരുത്തരുടെയും മുന്നിൽ നമ്മൾ ഓരോരുത്തരും നെഞ്ചോണ്ട് അടക്കി പിടിച്ചുകൊണ്ട് നമ്മുടെ ഭരണഘടന അന്തസ്സായി ഉയർന്നു നിൽക്കുമ്പോഴാണ് നമ്മൾ കയ്യും കാലും കെട്ടപ്പെട്ട ഫാസിസത്തിന്റെ അടിമകളായിരിക്കുന്നത്. ഒന്നും ചെയ്യാനില്ല, ഒന്നല്ലാതെ ഉറക്കെ പറയുക, ഉയർന്ന സമരം ചെയ്യുക, സാമൂഹ്യ പോരാളികളായി മാറുക, മനുഷ്യനാവണം, മനുഷ്യനായി ജീവിക്കണം എന്ന് പറയുന്ന പ്രഖ്യാപനത്തോടെ ഈ ലോകത്തെ നോക്കിക്കൊണ്ട്, അമേരിക്കയെ നോക്കിക്കൊണ്ട്, വലതുപക്ഷ ഐക്യ ശക്തികളെ നോക്കിക്കൊണ്ട് ഉറക്കെ പറയാൻ പറ്റണം നമുക്ക്, ഞങ്ങൾ മനുഷ്യരാണ്. ഉറക്കെ പറയാൻ പറ്റണം നമുക്ക്. എത്രത്തോളം നമ്മുടെ ശബ്ദം താഴ്ന്നു വരുന്നു, എത്രത്തോളം ശക്തിയില്ലാതെ നമ്മൾ വരുന്നു, എത്രത്തോളം മൗനമായി നമ്മൾ ഇരിക്കുന്നു, അത്രത്തോളം നമ്മൾ ബന്ധിതരായി ഇരുന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയില്ല മുന്നോട്ട് ജീവിതം. ഇത് അലങ്കാരികമായി ഇവിടെ വന്നെന്ന് പറയുന്നതല്ല. നമുക്കിപ്പോ എല്ലാം ഒരവയിൽ തരുക. ഈ എല്ലാം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളുടെ വിശ്വാസങ്ങൾ, നമ്മളുടെ ജാതി, നമ്മളുടെ മതം, നമ്മളുടെ ഭരണഘടനാ അനുശാസനങ്ങൾ, നമ്മുടെ വ്യക്തി ജീവിതം, ഇതെല്ലാം ഇങ്ങനെ കൂട്ടിക്കഴിച്ച് അങ്ങ് വിഴുങ്ങുകയാണ്. എല്ലാം ആസ്വദിച്ച്, എല്ലാം അനുഭവിച്ച്, എല്ലാം വ്യക്തി സ്വാതന്ത്ര്യത്തോടെ അന്തസ്സായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് ഇന്ന് നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഒരുപക്ഷെ ആ ചോദ്യം ഉയരാൻ ഇന്ന് കേരളം മാത്രമേ ഉള്ളൂ. ആ ചോദ്യമുണ്ട് നമ്മളിൽ എന്ന് പറയാൻ ഇന്ന് കേരളം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ചോദ്യം വലുതായി മുഴച്ചെന്നെ നിൽക്കുന്നുണ്ട് എന്ന് പരിപൂർണമായ വ്യക്തി സ്വാതന്ത്ര്യത്തോടെ ചിന്തിക്കാൻ, പറയാനല്ല ചിന്തിക്കാനെങ്കിലുമുള്ള സ്വാതന്ത്ര്യത്തിൽ ഇന്ന് കേരളം മാത്രമേ ഉള്ളൂ. ആ തിരിയാണ് കെടാതെ സൂക്ഷിക്കേണ്ടത്. എന്താണ് ഇന്ത്യ മഹാരാജ്യം? ഇന്ത്യയിൽ ഏറ്റവും അധികം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ദേശീയതയാണ്, ദേശീയ സംസ്കാരമാണ് അന്തസ് എന്ന് പറഞ്ഞ് ഉയർത്തിപ്പിടിക്കുന്നു. എന്താണ് ഇന്ത്യയുടെ ദേശീയത? എന്താണ് ഇന്ത്യയുടെ സംസ്കാരം? 4635 ജാതികൾ ചേരുന്നതാണ് ഇന്ത്യയുടെ ദേശീയത. ബഹുസ്വര സ്വഭാവമുള്ളതാണ് ഇന്ത്യയുടെ ദേശീയത. ഒരു സ്വഭാവം ശ്രദ്ധിച്ചാൽ അത് ഫാസിസമാണ്. 4635 ജാതികളുള്ള ഇന്ത്യയിലെ ബഹുസ്വരതയെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും അതിനു വേണ്ടുന്ന സംരക്ഷണം കൊടുക്കുകയും ആ അടിസ്ഥാന വർഗങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള നാടിന്റെ രാജ്യത്തിന്റെ സമഗ്രമായ ഉയർച്ച ഉണ്ടാവുകയും ചെയ്യുക എന്ന് പറയുന്ന കാഴ്ചപ്പാടിൽ തന്നെയാണ് ഡോക്ടർ BR അംബേദ്കർ ഉൾപ്പെടെയുള്ളവർ വിഭാവനം ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഭരണഘടനയിലേക്ക് എത്തുന്നത്.
പക്ഷെ ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇന്ത്യയുടെ ചരിത്രം, ഇന്ത്യയിലെ മാനവികത, അല്ലെങ്കിൽ ഇന്ത്യൻ മനുഷ്യൻ താമസിക്കുന്ന ഒരു ഇടം എന്ന് വളർന്നു വന്ന ആ ജാതി സമൂഹ ചരിത്രത്തെ അവഗണിച്ചുകൊണ്ട്, തൃണവൽക്കരിച്ചുകൊണ്ട് അതെല്ലാം മതത്തിന്റെ ബ്രാഞ്ചുകളായി നമ്മൾ കാണുന്ന ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. എന്താണ് മതം? ജാതി വ്യവസ്ഥയാണോ മതം? ഇത് രണ്ടും ഒന്നാണോ? നമ്മുടെ KYC പൂരിപ്പിക്കുമ്പോൾ കളങ്ങളിൽ ചോദിക്കുന്ന ചോദ്യമുണ്ട്. സ്കൂളിൽ അഡ്മിഷൻ എഴുതുമ്പോൾ പേര്, ജെൻഡർ, പിന്നെ അടുത്ത് എന്താ? റിലീജിയന്റെ അടുത്ത് കോമ ഇട്ടിട്ട് എന്തെഴുതും? കാസ്റ്റ്. അപ്പൊ നമ്മളിലെല്ലാം കുഞ്ഞിലേ മുതൽ, ഞാനും ഉൾപ്പെടെയുള്ളവര് ചിന്തിച്ചു വെക്കുന്ന എന്താ? റിലീജിയൻ, കാസ്റ്റ്. അപ്പൊ ഞാൻ ഹിന്ദു. ഹിന്ദുവിന്റെ അടുത്ത പിരിവ്, എന്റെ ജാതി അല്ലേ? ക്രിസ്ത്യൻ എന്ന് എഴുതിയ അതിന്റെ അടുത്ത പിരിവ് ജാതി. എങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചിരുന്നത്? പക്ഷെ അതാണോ? അതല്ല എന്ന് ബോധ്യമുള്ളവരൊന്ന് കൈവെക്കാമോ? നമ്മുടെ സാമൂഹ്യപരമായ, നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ, അല്ലെ നമ്മൾ ജീവിക്കുന്നിടത്ത്, നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയിൽ ജാതിയും മതവും പ്രയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ മതത്തിന്റെ പിരിവല്ല എന്റെ ജാതി എന്ന് ബോധ്യമുള്ളവർ ഇതിനകത്തുണ്ടോ? ഹിന്ദു ഒരു മതമാണോ? ഹിന്ദു ഒരു മതമാണോ? ആ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവരൊന്ന് കൈവെക്കാമോ? ഹിന്ദു മതമാണോ? ഉറപ്പാണോ? ഹിന്ദു മതമല്ല എന്ന് ഉറപ്പുള്ളവരൊന്ന് കൈവെക്കേ. ബാക്കില് ഹിന്ദു ഒരു സംസ്കാരമാണ്. ഹിന്ദു ഒരു മതമല്ല. അതറിയില്ല നമുക്ക്. നമ്മളുടെ ഇവിടെയുള്ള മതങ്ങൾ ഏതൊക്കെയാ? ക്രിസ്ത്യൻ ഒരു മതമാണോ? ആണോ? ഹിന്ദു അല്ല എന്ന് പറഞ്ഞാല് ക്രിസ്ത്യൻ മതമാണോ? ആണ്. ഇസ്ലാം മതമാണോ? ആണ്. ഇന്ത്യയിൽ ഉത്ഭവിച്ച മറ്റു മതങ്ങൾ ഏതൊക്കെയാണ്? ബുദ്ധമതം, ജൈനമതം, സിഖ് മതം, ഇതൊക്കെ ഇന്ത്യയിൽ അതാത് സമയത്ത് ഉത്ഭവിച്ചു. അപ്പൊ ഹിന്ദു എന്താ? ഹിന്ദു ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ്. സിന്ധു നദീതടങ്ങളിൽ ഉണ്ടായ ഒരു മാനവിക സാംസ്കാരിക വളർച്ചയാണ് ഹിന്ദു. ബ്രിട്ടീഷുകാരൻ അവസാനം വന്ന നാട് ഭരിച്ച് പോകാൻ സമയമായപ്പോ ഇവിടെ ഒരു സെൻസസ് നടത്തിയപ്പോ ഇതിനെയൊക്കെ വർഗീകരിച്ച് എഴുതി വെച്ചപ്പോ, നായരും നമ്പൂരിയൊക്കെ ആയിട്ടുള്ള സവർണറുടെ എല്ലാം പേരെഴുതി വെച്ചപ്പോ അവര് ഭൂരിപക്ഷമാകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഇവിടെ അടിസ്ഥാന വർഗത്തിലുണ്ടായിരുന്ന എല്ലാവരെയും കൂടെ ചേർത്ത് അന്ന ഇരിക്കട്ടെ, ഭൂരിപക്ഷമാക്കാൻ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഒരു മതം ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആക്കി തന്നത് നമ്മൾ അപ്പാടെ അങ്ങ് വിഴുങ്ങുകയും നമ്മളുടെ ചരിത്രത്തിൽ നമ്മളുടെ ബഹുസ്വരതയെ, നമ്മളുടെ സ്വഭാവവിശേഷങ്ങളെ എല്ലാം നിശ്ചയിച്ചു കൊണ്ടുവന്ന നമ്മളുടെ ജാതി വ്യവസ്ഥയെ അടിച്ചമർത്തിയിടുകയും ജാതി അനുസരിച്ച് ഓരോരുത്തരെയും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ വർഗീയ ഫാസിസത്തിന്റെ ഏറ്റവും വലിയ കണ്ണുകളുള്ള കച്ചവട രാഷ്ട്രീയത്തിന്റെ വർഗീയതയുടെ അങ്ങേയറ്റത്തേക്ക് നമ്മൾ എത്തപ്പെട്ടു പോയത് നമ്മളുടെ അജ്ഞത കൊണ്ടാണ് എന്നുള്ളിടത്താണ് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സാംസ്കാരിക നായകനായിരിക്കുന്ന, ഏറ്റവും വലിയ ഫാസിസ്റ്റ് ബദലായിരിക്കുന്ന, ഫാസിസത്തിന് ഏറ്റവും വലിയ ബദലായിട്ടുള്ള ആശയങ്ങൾ ഈ ലോകത്തിന് മുഴുവൻ മൂല്യബോധനമായി കൊടുത്ത സാംസ്കാരിക ബദൽ ശ്രീനാരായണ ഗുരു പറഞ്ഞത്